അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളുടെ ഓൺലൈനായിട്ടുള്ള ഖുർആൻ പഠിക്കുന്ന അക്കാഡമിയിലേക്ക് സ്വാഗതം. ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഒരു ഇബാദത്തും ജീവിതം പ്രകാശപൂർണ്ണമാക്കുന്നതുമായ ഒരു കാര്യമാണ്. അറബിക് അക്ഷരങ്ങളുടെ ബേസിക്സ് തുടങ്ങി നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മളുടെ ആദ്യത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് അറബിക് അക്ഷരങ്ങളെ പറ്റിയിട്ടാണ്. അറബിക് അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ അറബിക് അക്ഷരങ്ങൾ പഠിക്കുന്നത്? നമ്മൾ അറബിക് അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ആ ഓരോ അക്ഷരങ്ങളും എവിടെ നിന്നാണ് അതിൻ്റെ സൗണ്ട് വരണേ എന്നുള്ളത് പഠിക്കണം. അതായത് മഹ്റജ്, ഓരോ അക്ഷരങ്ങളുടെയും പ്രൊനൗൺസിയേഷൻ ഏത് ഭാഗത്തു നിന്നുള്ളതാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് സിഫാത്ത്, ഓരോ അക്ഷരങ്ങളുടെയും ക്യാരക്ടർ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ അക്ഷരങ്ങളുടെ ഫോർമേഷൻ പഠിക്കണം, അതായത് ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. മഹ്റജിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. മഹ്റജിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഓരോ ലെറ്റേഴ്സിൻ്റെയും കറക്റ്റ് എവിടെ നിന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു, എങ്ങനെയുള്ളതാണെന്ന് നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. എന്തായാലും മഹ്റജ് എന്താണ്? മഹ്റജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബിക് അക്ഷരം ഏത് പോയിന്റിൽ നിന്നാണോ അതിൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നത് അതാണ് മഹ്റജ്. ഓരോ അറബിക് അക്ഷരത്തിനും ഒരു സ്പെസിഫിക് പ്ലേസ് ഉണ്ട്, അതിൻ്റെ സൗണ്ട് പുറത്തു വരുന്നതിന് ഒരു സ്പെസിഫിക് പ്ലേസ് ഉണ്ട്. മഹ്റജ്, അറബിക് അക്ഷരങ്ങളുടെ മഹ്റജ് മെയിനായിട്ട് 5 സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. ഒന്ന് ഹൽക്ക്. ഹൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രോട്ടാണ്. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ നമ്മളുടെ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നും മധ്യഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും വരുന്നതുണ്ട്. ഹൽക്കിൻ്റെ അക്ഷരങ്ങളുണ്ട്. പിന്നെയുള്ളതാണ് ലിസാൻ, നമ്മളുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന അക്ഷരങ്ങൾ. നാവ് കൊണ്ട് പറയുന്ന അക്ഷരങ്ങളുണ്ട്, ഹൽക്കിൻ്റെ അക്ഷരങ്ങളുണ്ട്. പിന്നെയുള്ളതാണ് ഷഫത്താൻ. ഷഫത്താൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുണ്ടുകൊണ്ട് പറയുന്നത്, നമ്മളുടെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് പറയുന്ന അക്ഷരങ്ങളുണ്ട്. പിന്നെയുള്ളതാണ് ഹൈഷൂം. ഹൈഷൂം അക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൂക്കിലൂടെ മണിച്ച് പറയേണ്ട അക്ഷരങ്ങളാണ്, നേസൽ പാസേജിലൂടെ വരുന്ന അക്ഷരങ്ങളെയാണ് ഹൈഷൂം അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. 5ാമത്തെ ഒരു ടൈപ്പാണ് ജൗഫിൻ്റെ അക്ഷരങ്ങൾ, അതായത് വായിൻ്റെ എംപ്റ്റി സ്പേസിൽ നിന്ന് അക്ഷരം വരേണ്ട, സൗണ്ട് വരേണ്ട അക്ഷരങ്ങളെയാണ് ജൗഫിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ മഹ്റജ് പഠിക്കണം? നമ്മൾ മഹ്റജ് പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കാരണം ഖുർആൻ കറക്റ്റായിട്ട് ഓതുന്നതിന് വേണ്ടി നമ്മൾ മഹ്റജ് പഠിക്കണം. ഖുർആൻ കറക്റ്റായിട്ട് ഓതുക എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറയുമ്പോൾ മഹ്റജ് ശരിയല്ലാതെ വന്നു കഴിഞ്ഞാൽ, അതായത് ആ അക്ഷരത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകും. നമ്മൾ ഹായുണ്ട്, ഹായുണ്ട്, ഹായും ഹായും പറയുന്ന സ്ഥലത്ത് മാറിപ്പോയി കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകും. അതുകൊണ്ട് മഹ്റജ് പഠിക്കൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. മഹ്റജ് പഠിച്ചു കഴിഞ്ഞാൽ തജ്വീദ് അനുസരിച്ച് ഖുർആൻ ബ്യൂട്ടിഫുള്ളായിട്ടും നല്ല വൃത്തിയായിട്ടും നമ്മൾക്ക് ഓതാൻ കഴിയും. മഹ്റജിൻ്റെ ഓരോ ഭാഗങ്ങളും, ഹൽക്കിൻ്റെ, ലിസാൻ്റെ, ഹൈഷുവിൻ്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ്, അതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. May Allah help us recite the Quran beautifully. Assalamu alaikum wa rahmatullahi wa barakatuh.